നമുക്കൊന്ന് കൊല്ലത്തേക്കൊന്ന് പോകട്ടെ. നമ്മുടെ ദിലീപ് ദേവസ്യ അവിടെ നിൽക്കുന്നുണ്ട്. ദിലീപ് ദേവസ്യ, ഗുഡ് ഈവനിങ്. വെരി ഗുഡ് ഈവനിങ് സുജിയ. ദിലീപ് അവിടെ നിന്ന് പറഞ്ഞയച്ച ആവേശം ടീം ഇവിടെ വന്ന് പെർഫോമൻസ് ഒക്കെ നടത്തി കഴിഞ്ഞു. ദിലീപ് ഇത് വല്ലതും അറിയുന്നുണ്ടോ? ഞാൻ ഉത്രാടപ്പാച്ചിലാണ്, അവരുടെ പെർഫോമൻസ് കാണാൻ പറ്റിയില്ല. എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ നേരിട്ട് കണ്ടപ്പോൾ അവർ കൊല്ലത്ത് നിൽക്കേണ്ടവരല്ല, അവർ കൊച്ചിയിലെത്തേണ്ടവരാണ് എന്നുള്ളതുകൊണ്ടാണ് സുജിയുടെ അടുത്തേക്ക് എനിക്കിപ്പോ ഇത് കണ്ടപ്പോൾ അവർ കൊച്ചിയിൽ നിൽക്കേണ്ടവരല്ല, അവർ കേരളം മുഴുവൻ നിറഞ്ഞു നിൽക്കേണ്ടവരാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഉത്രാടപ്പാച്ചില്ലാന്നല്ലേ പറഞ്ഞത്? എന്തായി അവിടെ? പാഞ്ഞ് എവിടെ എത്തി ദിലീപ്? സുജിയ, നാളെയുള്ള തിരുവോണത്തിന് വേണ്ടിയുള്ള ഓട്ടത്തിലാണ് ഓരോരുത്തരും. മലയാളികളെല്ലാവരും തിരക്കിട്ട് ഓടുകയാണ്. ഇതാ സാധനങ്ങൾ വാങ്ങുന്ന തിരക്കാണ്. ഇന്ന് എങ്ങനെയായിരിക്കും നാളത്തെ ഓണം ആഘോഷിക്കാൻ പോകുക, അതിൻ്റെ അവസാനഘട്ട പണികൾ എന്തായി എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് കച്ചവടക്കാരോടും അതുപോലെ തന്നെ ഇവിടുത്തെ നാട്ടുകാരോടും എല്ലാവരോടും തന്നെ നമുക്ക് ചോദിക്കാം. ഓരോരുത്തരും കച്ചവടത്തിൻ്റെ തിരക്കിലാണ്. ചേട്ടാ, കച്ചവടം കുഴപ്പമില്ല, നല്ല കച്ചവടം. കഴിഞ്ഞ കൊല്ലത്തിനേക്കാൾ കച്ചവടം ഉണ്ട്. ചേച്ചി, വീട്ടിലേക്ക് സാധനമൊക്കെ മേടിച്ചോ? ഈ കൊല്ലത്ത് ഓണം കുഴപ്പമില്ല. ഈ ഡ്രസ്സൊക്കെ മേടിച്ചു? സന്തോഷമില്ലാത്ത ഒരു ഉന്മേഷം? സന്തോഷമുണ്ട്. എല്ലാ കാര്യങ്ങളും ഓക്കെ? നാളത്തേക്ക് വേണ്ട എല്ലാം ഓക്കെ. പൂവൊക്കെ മേടിച്ചോ? എല്ലാം മേടിച്ചു. മോളാണോ? എങ്ങനെയുണ്ട് ഓണം? സൂപ്പർ. സ്കൂളൊക്കെ പൂട്ടിയാ? സ്കൂൾ പൂട്ടി. ഓണത്തിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? എല്ലാ പ്രശ്നത്തെ കണക്ക് തന്നെ ചെയ്യുന്ന പ്രത്യേകിച്ചൊന്നുമില്ല. എല്ലാവർക്കും ചേട്ടാ എങ്ങനെയുണ്ട് ഓണൊക്കെ? ഞങ്ങൾ വഴിയോര കച്ചവടക്കാരുടെ യൂണിയനിൽപ്പെട്ടവരാ. ആണോ? എങ്ങനെയുണ്ട് വഴിയോര കച്ചവടമൊക്കെ? എങ്ങനെയുണ്ട് വഴിയോര കച്ചവടം? നല്ല ഉഷാറായിട്ട് നടക്കുകയല്ലേ? നല്ല നടക്കുന്നു. നല്ല കച്ചവടം. എല്ലാവർക്കും ഈ തവണ നല്ലൊരു എമൗണ്ട് ഒക്കെ കിട്ടിയോ? നല്ല അവർ കൊണ്ടുവന്ന അത്യാവശ്യം ഇറക്കിയ സാധനങ്ങളൊക്കെ വിറ്റുകൊണ്ടിരിക്കുക. അതാണ് ചേട്ടാ തന്നെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച തന്നെ അധികം പറ്റൊന്നുമില്ല. ഇതില്ല. സെക്രട്ടറി എങ്ങനെയുണ്ട് ഓണൊക്കെ? നല്ല രീതിയിൽ നടക്കും. നല്ല രീതി. ചേച്ചി, ഓണൊക്കെ എങ്ങനെ? ഓണം സന്തോഷം, സുഖകരമായി പോകുന്നു. അല്ലേ മോനെ? എങ്ങനെയുണ്ട് ഓണൊക്കെ? ആണ്. പുതിയ ഉടുപ്പ് വാങ്ങാൻ പോവാണോ? പുതിയ അടിപൊളി ഉടുപ്പൊക്കെ മേടിക്കും കേട്ടോ. അത് നമ്മൾ ഓണത്തിൻ്റെ ഓരോരോ ഓട്ടത്തിലാണ് എല്ലാവരും തന്നെ. ഇതാ പച്ചക്കറി സാധനങ്ങളാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. പച്ചക്കറി ചേച്ചി, പച്ചക്കറിയൊക്കെ മേടിച്ചാ? ഇല്ല, ഞങ്ങൾ മേടിച്ചില്ല. എന്താ? ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്ഥലത്തുണ്ടല്ലോ. അതെവിടെയാ? അഞ്ചാലമൂട്. അപ്പൊ ഇവിടെ വന്നിട്ട് എന്താ മേടിച്ചേ? ഞങ്ങൾ ഫ്രൂട്ട്സ് വാങ്ങി. വാങ്ങിയില്ലേ? അത് അഞ്ചാലമൂട് കിട്ടത്തില്ലേ? അത് അഞ്ചാലമൂടി കിട്ടും. ഇവിടെ ഒരു രോഗിയെ കാണാൻ വന്നു, അതുകൊണ്ട് മേടിച്ചു. എങ്ങനെയുണ്ട് ഓണൊക്കെ? കുഴപ്പമില്ല, പോകുന്നു. പുതിയ ഡ്രസ്സൊക്കെ മേടിച്ചു. അത് അഞ്ചാലമൂട്ടിലും മേടിച്ചു, കൊല്ലത്തുനിന്നും മേടിച്ചു. ഡ്രസ്സ് മേടിച്ചില്ലേ പിള്ളേർക്ക്? അങ്ങനെ ഇതാ ഓണം ഇങ്ങനെ കൊല്ലത്ത് ഇങ്ങനെ പൊടി പൊടിച്ചുകൊണ്ടിരിക്കുകയാണ്. ചേട്ടാ, ഫ്രൂട്ട്സിന്റെ കച്ചവടമൊക്കെ എങ്ങനെയുണ്ട്? നല്ല കച്ചവടം. കച്ചവടം നമുക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ല. കുഴപ്പമില്ല. നല്ല കച്ചവടം. ഫ്രൂട്ട്സിന് ആപ്പിളിന് എന്താ വില? ആപ്പിൾ 160 രൂപ. എവിടുന്ന് എടുക്കുന്നത്? ഇത് ചിന്ന കടയാണ്. ആണ്ടാമുഖം. നല്ല ഓണം പൊടി പൊടിക്കാം. അടിച്ചു പൊളിക്കുക. നാളെ ലീവല്ലേ? നാളെ ലീവാണ്. അപ്പോൾ എല്ലാവർക്കും തന്നെ ഓണത്തിന് നല്ല കച്ചവടം. ചേട്ടാ, എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. എല്ലാവർക്കും നല്ല കച്ചവടം ഉണ്ടെന്നാണ് സുജിയ പറയുന്നത്. അതുകൊണ്ട് എല്ലാവരുടെ മുഖത്തും സന്തോഷം കാണുന്നുണ്ട്. രാവിലെ വന്നപ്പോൾ കച്ചവടം വളരെ കുറവാണെന്നുള്ളൊരു സങ്കടം. ദിലീപ്, അവിടെ അപ്പോൾ ഉത്രാടപ്പാച്ചിൽ ഉഷാറാക്കൂ. നമുക്കൊരു വാർത്ത വരുന്നുണ്ട്. ഞാൻ ആ ഒരു ക്വിക്ക് അപ്ഡേറ്റിലേക്ക് ഒന്ന് പോവുകയാണ്.